മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ വിശകലനം ചെയ്യുന്നത് 16/8/1970 ജനിച്ച ഒരാളുടെ ഗ്രഹസ്ഥിതിയാണ്. തിരുവോണമാണ് നക്ഷത്രം. തിരുവോണം 2-ാം പാദം. തുലാ ലഗ്നം. ലഗ്നത്തിൽ വ്യാഴം. 2, 3 ഭാവങ്ങൾ ശൂന്യം. 4-ൽ ചന്ദ്രൻ ഗുളികൻ. 5-ൽ രാഹു. 6 ശൂന്യം. 7-ൽ ശനി. 8, 9 ഭാവങ്ങൾ ശൂന്യം. 10-ൽ സൂര്യൻ കുജൻ. 11-ൽ ബുധൻ കേതു. 12-ൽ ശുക്രൻ. ഇതാണ് ഇദ്ദേഹത്തിൻ്റെ ഗ്രഹസ്ഥിതി. വളരെ പ്രത്യേകതകളുള്ള ഒരു ഗ്രഹനിലയാണത്. 2-ലധികം ഗ്രഹങ്ങൾ നീചനായി നിൽക്കുന്ന ഒരവസ്ഥയും ഈ ഗ്രഹനിലയിൽ ഉണ്ട്. പക്ഷേ ഈ നീചം ചെയ്ത് ഗ്രഹം നിൽക്കുന്ന സമയത്ത്, അത് ഏത് ഗ്രഹമാണെങ്കിലും നീചഭംഗം വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നീചഭംഗ രാജയോഗം എന്ന് പറയും. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ചക്രവർത്തി യോഗം. ഇവിടെ 3 ഗ്രഹങ്ങൾക്കും നീചഭംഗം ഉണ്ട്. 1 ശനി, 2 കുജൻ, 3 ലഗ്നാധിപനായിട്ടുള്ള ശുക്രൻ. പൊതുവേ ഈ ഗ്രഹനിലയിൽ ലഗ്നത്തിൽ തന്നെ വ്യാഴം എന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. വളരെ നല്ലതാണ്. പ്രസ്തുത വ്യാഴം 5-ലേക്കും 7-ലേക്കും 9-ലേക്കും തൻ്റെ സ്വതസിദ്ധമായിട്ടുള്ള ദൃഷ്ടികൾ നടത്തുകയും ചെയ്യും. അപ്പോൾ ഈ 3 ഭാവങ്ങൾക്കും അത് വളരെയധികം ഗുണപ്രദം തന്നെയാണ്. ഈ നീചഭംഗം എന്ന് പറഞ്ഞല്ലോ, നീചഭംഗ രാജയോഗം എന്ന് വെച്ചാൽ ആ ഗ്രഹത്തെ കൊണ്ട്, ഏത് ഗ്രഹമാണോ നീചത്തിൽ നിൽക്കുന്നത് ആ ഗ്രഹത്തെ കൊണ്ട് ആദ്യം നീചഫലം ഉണ്ടാവുകയും പിന്നീട് അതിനെ ഭംഗം ചെയ്ത് എന്ന് വെച്ചാൽ ഇല്ലാതാക്കി രാജയോഗം കൊടുക്കുകയും ചെയ്യുന്നതാണ് നീചഭംഗ രാജയോഗം. കഷ്ടപ്പാടുകളിലൂടെ വളർന്ന് വന്ന് രാജാവായി മാറുന്ന ഒരുപാട് ആളുകൾക്ക്, ഈ രാഷ്ട്രീയക്കാരുടെയൊക്കെ ജാതകങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ വളരെ പ്രകടമായി കാണുന്ന ഒരു യോഗം തന്നെയാണ് നീചഭംഗ രാജയോഗം. കാര്യം ഒരു സുപ്രഭാതത്തിൽ രാഷ്ട്രീയത്തിൽ ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്തുക വളരെ വിരളം ആളുകളാണ്. പടിപടിയായി വളർന്ന് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കൃത്യമായിട്ടുള്ള നീക്കങ്ങൾ നടത്തി കാത്തിരുന്ന് ഒക്കെ കിട്ടുന്നതാണ് പലപ്പോഴും പലർക്കും കിട്ടുന്ന അധികാര പദവികൾ. അത് നീചഭംഗ രാജയോഗമുണ്ടെങ്കിലുള്ള അതിൻ്റെ ഒരു രീതി കൂടിയാണ്. ഈ ഗ്രഹനിലയുടെ അവസ്ഥ പ്രകാരം ഇദ്ദേഹത്തിൻ്റെ ലഗ്നാൽ 7-ൽ ശനി നീചനായി നിൽക്കുന്നു. അത് നീചനായി മാത്രം നിന്ന് കഴിഞ്ഞാൽ വളരെയധികം ദോഷം ചെയ്യുന്ന ശനിയാണ്. പക്ഷേ അവിടേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്തു. ശനി ആയതുകൊണ്ട് തന്നെ പതുക്കെ സഞ്ചരിക്കുന്ന ഗ്രഹം മന്ദൻ എന്ന് വിളിപ്പേരുള്ളതിനാൽ ഇദ്ദേഹത്തിൻ്റെ വിവാഹ സ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ 33 വയസ്സ് കഴിഞ്ഞതിൽ പിന്നീടാണ് ഇദ്ദേഹത്തിൻ്റെ വിവാഹം നടന്നത്. ഇത്തരം ഗ്രഹനിലയുള്ള ആളുകൾ നേരത്തെ 24, 25, 23 വയസ്സിലൊക്കെ പോയി കല്യാണം കഴിച്ചാൽ ചിലപ്പോൾ അത് വളരെയധികം ബുദ്ധിമുട്ടുകളെ ഉണ്ടാക്കാൻ കാരണം തന്നെയാണ്. പക്ഷേ അതൊരു ക്രമപ്രകാരം വൈകിയതുകൊണ്ട് തന്നെ വിവാഹ സംബന്ധമായി ഇദ്ദേഹത്തിന് യാതൊരു ബുദ്ധിമുട്ടുകളും ഇന്ന് വരെയും ഉണ്ടായിട്ടില്ല വിവാഹശേഷമെന്ന് അറിയാൻ കഴിഞ്ഞു. അവിടെയാണ് ഈ ഗ്രഹങ്ങളുടെയും ഗ്രഹനിലയുടെയും ഒക്കെ ഒരു ബലം, പവർ, ശക്തി നമ്മൾ തിരിച്ചറിയേണ്ടത്. 7-ൽ നീചനായി നിൽക്കുന്നു, നീചഭംഗം ചെയ്ത് നിൽക്കുന്നു. പക്ഷേ വ്യാഴത്തിൻ്റെ ദൃഷ്ടി അവിടേക്ക് വന്നു. അപ്പോൾ ശനി അതിൻ്റെ ജോലി കൃത്യമായി ചെയ്തു, വിവാഹം വൈകിപ്പിച്ചു. ശേഷം ദ റൈറ്റ് പേഴ്സൺ, ശരിയായിട്ടുള്ള വ്യക്തിയെ തന്നെ അദ്ദേഹത്തിലേക്ക് എത്തിച്ചു. അത് വ്യാഴം കൃത്യമായിട്ട് അവിടെ ചെയ്യുകയും ചെയ്തു. 7-ാം ഭാവാധിപൻ നിൽക്കുന്നതും നീചനാണ്, നീചഭംഗം കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ ഈ വിവാഹം വൈകുക എന്ന് പറയുന്നത് അവിടെ നടന്നു. ഏതെങ്കിലും രീതിയിൽ വൈകുക എന്ന് പറയുന്നതും ഒരർത്ഥത്തിൽ നീച ഫലം തന്നെയാണ്. പക്ഷേ അത് വൈകിയെങ്കിലും കിട്ടിയപ്പോൾ ഏറ്റവും നന്നായി തന്നെ അത് ഭവിച്ചു എന്ന് പറയുന്നതാണ് ആ നീചഭംഗം എന്ന് പറയുന്ന അവസ്ഥ. അതേപോലെ തന്നെ ഇദ്ദേഹം ഒരു കർഷകനാണ്. ഇദ്ദേഹത്തിന് പല മാസങ്ങളിലും 1 കോടി 1.5 കോടി രൂപ വരെ വരുമാനം ലഭിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം തന്നെ വളരെ അഭിമാനത്തോടെ പറയുകയുണ്ടായി. ഏറെ സന്തോഷത്തോടെയും അതിലേറെ നന്ദിയോടെയും. കുട്ടിക്കാലത്ത് വളരെയധികം കഷ്ടപ്പാടുകളിലൂടെ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടിയിട്ടുണ്ട് എന്നും അദ്ദേഹത്തിൽ നിന്നും അറിയാൻ കഴിഞ്ഞു. അപ്പോൾ അവിടെ നീചഫലം എന്ന് പറയുന്ന അവസ്ഥ, ലഗ്നാധിപൻ തന്നെ നീചനാണ്, അവിടെ കൃത്യമായിട്ട് ഭവിച്ചു. പക്ഷേ അവിടെ വ്യാഴമുള്ളത് കൊണ്ടും അത് എന്തിലേക്ക് വഴിതിരിച്ചു വിടണമെന്നും ആ ഗതി എന്ന് പറയുന്ന അവസ്ഥ പോസിറ്റീവായി കഴിഞ്ഞാൽ അതിനെ ജീവിതത്തെ എങ്ങനെ കാണണമെന്നും അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ളൊരു ആശയം, ആദർശം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് അദ്ദേഹം കരുക്കൾ നീക്കിയപ്പോൾ അത് നന്നായി തന്നെ വന്നു. കാരണം ഇദ്ദേഹത്തിൻ്റെ ലഗ്നാൽ 5-ൽ രാഹു ഉണ്ട്, ഗുളികൻ്റെ ദൃഷ്ടിയിലാണ്. പക്ഷേ വ്യാഴം 5-ലേക്കും ദൃഷ്ടി ചെയ്യുന്നുണ്ട്.
ഇദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, ലഗ്നാൽ 4 ചന്ദ്രൻ ഗുളികൻ ഉള്ളതുകൊണ്ട് ടെൻഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു. ഇദ്ദേഹം പറഞ്ഞു ഇല്ല. കാരണം ചന്ദ്രൻ ഗുളികൻ രാഹുവിൻ്റെ 12ാമത്തെ ദൃഷ്ടിയിൽ നിന്ന് കഴിഞ്ഞാൽ പൊതുവെ വളരെ മോശമാണ്. പക്ഷേ ആ മോശമാണ് എന്ന് പറയുമ്പോഴും അതിനെ വെട്ടാൻ തക്ക ശേഷിയുള്ള ഗ്രഹങ്ങൾ മറ്റ് പൊസിഷനുകളിൽ നിന്ന് കഴിഞ്ഞാൽ വലിയ തെറ്റുകുറ്റങ്ങളില്ലാതെ അതങ്ങ് പോവുകയും ചെയ്യും. പക്ഷേ അപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു, ബാധ്യതകൾ. 4 ലഗ്നാൽ 4 ഗുളികൻ രാഹു കേതു, രാഹുവിൻ്റെ ദൃഷ്ടി അതല്ല എങ്കിൽ നീചമായിട്ടുള്ള ഗ്രഹം, പ്രത്യേകിച്ചും ചന്ദ്രൻ ഗുളികൻ കോമ്പിനേഷനൊക്കെ നിന്ന് കഴിഞ്ഞാൽ ബാധ്യതകൾ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാതിരിക്കുക. അപ്പോൾ ഇദ്ദേഹം എന്നോട് പറഞ്ഞത്, താൻ എന്ത് കാര്യം ചെയ്താൽ തന്നെയും അത് റെഡി ക്യാഷിൽ മാത്രമേ ചെയ്യാറുള്ളൂ, ബാധ്യതകൾ വരുത്തിക്കൊണ്ട് ചെയ്യുന്നത് തനിക്കിഷ്ടമല്ല. അപ്പോൾ അവിടെ വ്യാഴത്തിൻ്റെ പോളിസി അവിടെ വ്യക്തമായി. ലഗ്നത്തിലേക്ക് ശനി ദൃഷ്ടി ചെയ്യുന്നുണ്ട്, ശനിയുടെ പോളിസിയും അവിടെ വ്യക്തമായി. ലഗ്നാധിപൻ നിൽക്കുന്നത് നീചഭംഗ രാജയോഗം ചെയ്താണ്. അപ്പോൾ ലഗ്നാധിപൻ്റെ അവസ്ഥയും അവിടെ കറക്റ്റായി. അദ്ദേഹത്തിന് അത്തരം ഈ മനസ്സിൻ്റെ സ്ഥാനത്തേക്ക് പ്രസ്തുത വ്യാഴം ദൃഷ്ടിയും ചെയ്യുന്നു. അപ്പോൾ അതെല്ലാം കാര്യങ്ങളെ കൃത്യമായിട്ട് എടുത്തു. ഇതിന് തക്കോണമുള്ള ഗ്രഹങ്ങൾ കൃത്യമായിട്ടുള്ള പൊസിഷനുകളിൽ കൃത്യമായിട്ടുള്ള യോഗ ബലത്തോടു കൂടി നിന്ന് കഴിഞ്ഞാൽ ഒരു നെഗറ്റീവിനെ പോലും പോസിറ്റീവാക്കാൻ അത് ധാരാളമാണ്. ഈ ഗ്രഹനിലതിന് ഉദാഹരണം തന്നെയാണ്. അതുപോലെ തന്നെയാണ് കൃഷി സംബന്ധമായിട്ടുള്ള അവസ്ഥകളെ, ബിസിനസ് സംബന്ധമായിട്ടുള്ള അവസ്ഥകളെയൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്ന ഗ്രഹവും ലഗ്നാധിപനുമാണ് ശുക്രൻ. ഇദ്ദേഹം ശുക്രൻ ലഗ്നക്കാരനാണ്. അതേ ഗ്രഹമാണ് നീചഭംഗ രാജയോഗം കൊടുത്ത് നിൽക്കുന്നത്. അപ്പോൾ ശുക്രൻ ആയതുകൊണ്ട് തന്നെ ചെലവുകളെ ശ്രദ്ധിക്കണം. അത് ഒരു ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം തന്നെയാണ്. ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് അധികമായി കാശ് ചിലവായി പോകുന്ന അവസ്ഥയൊക്കെ ഉണ്ടാകാം. എന്നിരുന്നാൽ തന്നെയും ലഗ്നത്തിൽ വ്യാഴമുള്ളത് കൊണ്ട് കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ കൃത്യമായിട്ടുള്ള സമയത്ത് വേണ്ടുന്ന രീതിയിൽ ഫലപ്രദമായി എടുക്കാൻ തക്ക ശേഷി, പവർ ആ വ്യക്തിക്കുണ്ടാകുമെന്നും തിരിച്ചറിയുക. അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ശനി ദശയിലാണ് ഇപ്പോൾ ഇദ്ദേഹം സഞ്ചരിക്കുന്നത്. ശനി നീചഭംഗം കൊടുക്കുന്ന ശനിയാണ്. സാധാരണ നീചനായി നിൽക്കുന്ന ശനിയൊക്കെ കൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ സഹിച്ച് വിളിക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഇദ്ദേഹം വളരെ സന്തോഷത്തോടു കൂടിയാണ് വിളിച്ചത്. കാര്യം ശനി നീചനാണെങ്കിലും ലഗ്നത്തിൽ നിന്നുകൊണ്ട് വ്യാഴം അതിൻ്റെ ദൃഷ്ടി 7ലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ശനിയുടെ നീചത്വത്തെ ഒരു പരിധി വരെ അവിടെ തന്നെ ബ്ലോക്ക് ചെയ്യും, ഉപരി ഗുണം ചെയ്യുകയും ചെയ്യും. അത് കൃത്യമായിട്ട് തന്നെ ചെയ്തിട്ടുമുണ്ട്. മാത്രവുമല്ല 2035 വരെയാണ് ഇദ്ദേഹത്തിന് ശനിദശ. അതിനുശേഷം ബുധൻ വരും. അപ്പോൾ അദ്ദേഹം എടുത്തു ചോദിച്ചൊരു കാര്യമുണ്ട്, സാറിൻ്റെ ബുധൻ്റെ അവസ്ഥ എന്താണ്? അപ്പോൾ ഞാൻ പറഞ്ഞു, ലാഭസ്ഥാനത്താണ് ബുധൻ നിൽക്കുന്നത്, കേതു ഉണ്ടവിടെ എന്ന് വച്ചാൽ രാഹുവിൻ്റെ സ്വാഭാവികമായിട്ടുള്ള 7ാമത്തെ ദൃഷ്ടിയുണ്ട്. ലാഭസ്ഥാനത്ത് സൂര്യൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്ന ബുധനെ ഭയപ്പെടേണ്ടുന്ന സാഹചര്യമൊന്നുമില്ല. പക്ഷേ കേതു ഉള്ളത് കൊണ്ട് എടുക്കുന്ന തീരുമാനങ്ങളിൽ ഒരു ശ്രദ്ധ കൊടുത്ത് പോവുക. അത് രാഹുവിൻ്റെ ദൃഷ്ടി ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് തീരുമാനങ്ങളെടുത്ത് എടുത്തുചാട്ടമുള്ള തീരുമാനങ്ങൾ ഒഴിവാക്കി ഒരല്പം ചിന്താശേഷിയോടുകൂടി തീരുമാനങ്ങളെ എടുത്തു കഴിഞ്ഞാൽ അതെല്ലാം ലാഭകരമായിട്ട് മാറുന്ന തോട്ട് പ്രോസസ്സായി മാറുകയും ഒക്കെ ചെയ്യും. ഈ ഗ്രഹനില ഒരുപാട് സവിശേഷതകൾ ഉള്ളതാണ് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. 3 ഗ്രഹങ്ങൾ നീചനായി നിൽക്കുന്നു. അത് ഭംഗം ചെയ്തിട്ടല്ല നിൽക്കുന്നതെങ്കിൽ ഇതൊന്നുമല്ല ഇതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. വളരെ ബുദ്ധിമുട്ടാണ്, വളരെ മോശമാണ്, വളരെ ബുദ്ധിമുട്ടുമാണ്. അതേപോലെ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ 10ാം ഭാവാധിപത്യം വഹിക്കുന്ന ബുധനാണ്, 10ൽ നിൽക്കുന്ന 9ാം ഭാവാധിപത്യം വഹിക്കുന്ന ബുധനാണ് 11ൽ നിൽക്കുന്നത്. അപ്പോൾ ഈ ഭാഗ്യസ്ഥാനത്തിൻ്റെ അധിപനായിട്ടുള്ള ബുധൻ 11ൽ നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ദശ അല്ലെങ്കിൽ അപഹാരങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒരല്പം ചിന്താശേഷി കൂടെ ഉയർത്തിക്കഴിഞ്ഞാൽ ഒരുപാട് ലാഭകരമായിട്ടുള്ള ഭാഗ്യ സംബന്ധമായിട്ടുള്ള അനുഭവങ്ങളും ഉണ്ടാകും. സ്വാപഹാരം പോലെയുള്ള, കേതുവിൻ്റെ അപഹാരം പോലെയുള്ള, രാഹുവിൻ്റെ അപഹാരം പോലെയുള്ള കാലങ്ങളൊക്കെ ഒരു ശ്രദ്ധയോടെ ഒരല്പം കരുതലോടെ കടത്തി വിടാനും ശ്രദ്ധിക്കുക. അത് ആ ഗ്രഹത്തെ കൊണ്ടുള്ള, കേതു എന്ന് പറയുന്ന ഛായാഗ്രഹം ഒപ്പം നിൽക്കുന്നത് കൊണ്ടുള്ള അതിൻ്റെ ഒരു റൈറ്റാണ്. അതിൽ നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ലഗ്നാൽ 10ൽ സൂര്യൻ കുജൻ, കർക്കശത്വം ജോലി സംബന്ധമായിട്ടുള്ള മേഖലയിൽ ഉണ്ടാകും. അത് അദ്ദേഹത്തിനുണ്ട്. പെർഫെക്ഷനിസ്റ്റ് സ്വഭാവം ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ. ഇപ്പോൾ ഒരു മാസം 1 കോടി അല്ലെങ്കിൽ 1.5 കോടിയൊക്കെ വരുമാനം വരുത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അലസമായി അതിനെ സമീപിച്ചാൽ ഒരിക്കലും അത് ആർക്കും സാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പോൾ അദ്ദേഹം അതിനോളം അധ്വാനിക്കാൻ തയ്യാറാണ്, എഫേർട്ട് ഇടാൻ തയ്യാറാണ്, അതിനുവേണ്ടി മുഷിയാൻ തയ്യാറാണ്, കൃത്യമായി കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാനും തയ്യാറാണ്. അതിൻ്റെ റിസൾട്ടാണ് നീചഭംഗ രാജയോഗം ലഗ്നാൽ 10ൽ കുജൻ കൊടുക്കുന്നത്. ഉപരി അവിടെ നിൽക്കുന്നത് സൂര്യനുമാണ്. അപ്പോൾ അതവിടെ കറക്റ്റായിട്ട് വന്നു. അതുകൊണ്ട് ഗുണം, നേട്ടം, മെച്ചം, ലാഭമെല്ലാം അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും കിട്ടുകയും ചെയ്തു. മാത്രവുമല്ല ലഗ്നാൽ 9ലേക്ക് ഭാഗ്യസ്ഥാനത്തേക്ക് വ്യാഴം തൻ്റെ 9ാമത്തെ ദൃഷ്ടി നടത്തുകയും ചെയ്യുന്നുണ്ട്. കാരണം ലഗ്നത്തിലാണ് വ്യാഴം നിൽക്കുന്നത്.
നവാംശത്തിലും ഇദ്ദേഹത്തിൻ്റെ ലഗ്നത്തിൽ തന്നെയാണ് വ്യാഴത്തിൻ്റെ സ്ഥാനം. ഇതെല്ലാം ഈ ഗ്രഹനിലയുടെ സവിശേഷത തന്നെയാണ്. അതേപോലെ ഇദ്ദേഹത്തിൻ്റെ ദശകളെടുത്താൽ തിരുവോണമാണ് നക്ഷത്രം. ചന്ദ്രദശയിൽ ജനിച്ചു. 75 വരെ ചന്ദ്രൻ, അതിനുശേഷം 7 കൊല്ലം കുജൻ, 82 വരെ, അതിനുശേഷം രാഹു 2000 വരെ, അതിനുശേഷം ഗുരു 2016 വരെ, അതിനുശേഷം ശനി ഇപ്പോഴത്തെ നടപ്പ് ദശ 2035 വരെ, അതിനുശേഷം ബുധൻ, കേതു, ശുക്രൻ എന്നീ ക്രമത്തിലാണ് ഇദ്ദേഹത്തിൻ്റെ ദശകൾ കടന്നു പോവുക. അതിൽ തന്നെ ശനിയിൽ ശുക്രൻ്റെ അപഹാരമാണ് 9/8/2023 തൊട്ട് 9/10/2026 വരെ. അപ്പോൾ ശനി നീചനാണ്, വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട്, ലഗ്നാധിപൻ നീചനാണ്, 12ലാണ് നീചഭംഗ രാജയോഗമുണ്ട്. 2 ഗ്രഹത്തെ കൊണ്ടുമുണ്ട്. നടപ്പ് ദശയുടെ അധിപനായിട്ടുള്ള ശനിയെക്കൊണ്ടും ലഗ്നാധിപനായിട്ടുള്ള അപഹാരം നടക്കുന്ന ശുക്രനെക്കൊണ്ടും നീചഭംഗ രാജയോഗം ഉള്ളതുകൊണ്ട് തന്നെ പേടിക്കേണ്ടതായ സാഹചര്യങ്ങളില്ല. ഇതാണ് ഈ ഗ്രഹനിലയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പക്ഷേ അപ്പോഴും 4-ൽ ഗുളികൻ ചന്ദ്രൻ കോമ്പിനേഷൻ രാഹുവിൻ്റെ ദൃഷ്ടിയിലൊക്കെ നിൽക്കുന്നത് കൊണ്ടും ശനിയുടെ 10ാമത്തെ ദൃഷ്ടി വരുന്നത് കൊണ്ടും ബാധ്യതകളിൽ നിന്നും ഒഴിഞ്ഞു മാറിപ്പോകാൻ വേണ്ടുന്ന കരുതലുകൾ എടുത്ത് തന്നെ പോവുക. അത് ഏത് ദശയാണെങ്കിലും ഏത് അപഹാരമാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും ബാധ്യതകൾ ഇത്തരക്കാർക്ക് നല്ലതേയല്ല, ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ. കൺസൾട്ടേഷൻ ആവശ്യമുള്ള ആളുകൾക്ക് ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇത്തരം വീഡിയോസ് ഇനിയും തുടരും. നന്ദി.